നാട്ടില് സലീംബായിന്റെ നാട്ടിലാണ്. എന്തിനപ്പോ ഞങ്ങൾ കൊടുക്കുന്നത്? ഒരു ചായ കുടിക്കാം. ചായ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട 2-3 സാധനമുണ്ട്. ഒന്ന് കേരളത്തിലെ ഏറ്റവും നല്ല, ഞാനിപ്പോ കേരളത്തിൽ കുറെ ഭാഗങ്ങളിലൊക്കെ പോണ ആളല്ലേ. ഓക്കെ. അപ്പൊ അവിടെ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന സ്ഥലം ഞങ്ങളുടെ നാട്ടിൽ അയിലക്കാട് എന്ന് പറയും. അതൊന്നും അല്ല, കരിമീൻ കേരളത്തിലെ ഏറ്റവും നല്ലത് പറഞ്ഞത്. അതിലുപരി പറഞ്ഞത് നല്ല അടിപൊളി ചായ. ബജിബായുടെ ചായക്കട എന്ന് പറയും. ബജിബായി ആണല്ലോ, ബജിബായിയുടെ ചായക്കട. അപ്പൊ സെലീംഖാന്റെ നാട്ടിലെത്തിയിട്ടേ അടിപൊളി ചായ പെരുമ്പടപ്പ്. അപ്പൊ ഞങ്ങള് നോക്കല്ലേ? അപ്പൊ നോക്കട്ടെ, ചായ കുടിച്ചിട്ട് അഭിപ്രായം. ചായ കുടിച്ചിട്ടേ പറയൂ. കരിമീൻ കിട്ടോ? കരിമീൻ കിട്ടോ? കേരളത്തിലെ ഏറ്റവും നല്ലത് ഇന്നത്തെ മുഖ്യ അതിഥി അല്ല, ആതിഥേയാണ്. അതിഥികൾ നമ്മളോ ഇവരുടെ നാട്ടിലല്ലേ? നോക്കാം. പുന്നിയൂർ കുളത്തെ ഒനിക്സ് മാർബിൾസിൻ്റെ ഇനാഗുറേഷനിൽ മുഖ്യ അതിഥിയായിട്ട് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. വലിയ സന്തോഷം. എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോഴാണ് സലീം ഭായ് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചത്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ഒന്ന് ഷെയർ ചെയ്യുക. ഇത് സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. തന്നെ ഭയങ്കര റഷാണ് അല്ലേ സലീം ഭായ്? നല്ല തിരക്കാണ്, കിട്ടൂലേ? പേരെന്താ? തന്നെ പേരില്ലേ? ബജീബായുടെ ചായക്കട. ഓക്കെ, നോക്കാം. മധുരം കുറവാണ്. എന്താ നാട്ടിലെന്താ എന്തൊരു ലാളിത്യം. എല്ലാവരും കൂടെ ഒന്നാണ് മോനെ. നിങ്ങളെ ബജിബായുടെ ചായക്കട ഫേമസ് ആണ്. ഓക്കെ, പേരെന്തേതോ? നിജു. മലയാളിയാണ്. ഒരുവിധ ആളുകളൊക്കെ എല്ലാരും ഉണ്ടാവും ഇവിടെ. ആണല്ലേ? സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ഇവിടുത്തെ? സ്പെഷ്യലും ജിഞ്ചർ മസാല, ഏലക്ക, ജിഞ്ചർ ലെമൺ ടീ, കോഫി, ബൂസ്റ്റ്. ഓക്കെ, നോക്കട്ടെ. താങ്ക്സ് ഇദ്ദേഹത്തിന് പറയാം. സന്തോഷം. വെരി കമോൺ നിത്യ വാടാ. അല്ലെ ചായന്റെ രുചിന്റെ തിരക്കൂടെ കാണുന്നുണ്ട്. തള്ളിയല്ലാതെ മനസ്സിലായില്ല. മച്ചോ നോക്ക ആദ്യ തിരക്കാട്ടോ ശവലേ. ഭയങ്കര സംഭവം. ചായക്കട ഇത്രയും തിരക്ക് അല്ലേ? ഇവിടെ വേറെ ആള് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. എന്തൊക്കെയായാലും ഒരു ചായ കുടിക്കാത്ത, ഇത് നാട്ടിൽ കിട്ടാത്ത ചായ എന്ന് പറയുന്നത്. നാട്ടിൽ കിട്ടാത്ത ചായ എന്താന്ന് അറിയണം, അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി വന്നേക്കോട്ടെ. ബജി എന്താ ബജിബായുടെ അല്ലേ സെർവിങ്. സാധനം എത്തിയിട്ടുണ്ട്, നോക്കട്ടെ. കട്ട്ലറ്റ് ഉണ്ട്. എന്താ നോക്കിയാ മുളക് ബജി. അടുത്തോടെ നമ്മുടെ ഫേവറേറ്റ് ആണ് ഈ സാധനം. ചവലേ മുളക് തുടങ്ങാം. ഓ എക്സലന്റ്. ഇതാ ബഷീർഭായ്, ഇതാ ബജിബായുടെ ചായക്കടയിൽ. മുനുക്ക വിളിക്ക എഗ് ബജി. ഷെയർ ഒന്നും കേട്ടോ? ഷെയർ കേട്ടോ? നാട്ടുകാരെ സ്നേഹിക്കുക മാത്രം. മുനുക്ക് എന്താ സ്ഥിതി? രുചിയല്ല. 10 പറഞ്ഞ സൈമോൻ പോകും. 5 കഴിച്ചിട്ടിരിക്കുന്ന മൊയിനുക്ക വെറുതെ പറഞ്ഞാൽ അടിപൊളി, നല്ല ക്രിസ്പി. ഇതാണ് എന്താ സ്ഥിതി? അടിപൊളി അടിപൊളിയൊക്കെ അടിപൊളി. നല്ല പയമ്പൂര. ആ പയമ്പൂര് നമ്മള് എല്ലാ ഐറ്റവും ട്രൈ ചെയ്തു. എല്ലാം അടിപൊളി. മുളക് ബജി കൽബിൽ തന്നെ കോഴിക്കോടല്ല, അത് പണിയല്ല, ഇത് പണിയാ മതി. ഞങ്ങൾക്ക് ചായ ഇക്കടെ ചായ അത് എടുക്കണ്ടല്ലേ?
बनाता है। ഓക്കെ. അപ്പൊ ഈ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കേ. ഇത് ഞങ്ങളെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ്. അവിടുന്ന് വെളിയങ്കോട് റോട്ടിലേക്ക് കുറച്ചുണ്ട് വന്നു കഴിഞ്ഞാൽ അഥവാ പാലപ്പള്ളി ബജുവായുടെ ചായക്കട എന്നാണ്. ഇവിടെ ഒരു റൈസിന്റെ പാലിയേറ്റീവ് ഉണ്ട് ഞങ്ങളെ നാട്ടിൽ. അതിന്റെ ഏകദേശം ഇവിടുത്തെ ആംബിയൻസ് മനസ്സിലായല്ലോ. ബജിയൊക്കെ ഇത് അതിനപ്പുറം ബാക്കില്ല. എനിക്ക് ഏറ്റവും മുളക് ബജ്ജി ഇഷ്ടമായത്, ബജ്ജി ഇഷ്ടമായത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. ബജ്ജി ഇഷ്ടമായിട്ടുണ്ട്. പഴംപൊരി അടിപൊളി, പഴംപൊരി ഇഷ്ടമാണ്. വരിക്കണം. ഇവിടെ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കണല്ലേ. ആണോ മലയാളി പൊരിക്കണല്ലേ? ഓക്കെ. എന്താ പേരെന്താ? താങ്ക് യു. ചായ കിട്ടി, കിട്ടി. മറ്റൊരാൾക്ക് എടുത്തു. ഇവിടെ വന്ന നല്ല പാട്ടും മസാല ചായയും ഉഗ്രം പഴംപൊരിയും ഒക്കെ കിട്ടും ഇവിടുന്ന്. നല്ല പാട്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടി നമുക്ക് ഈ കടന്റെ പേര് മൂപ്പരുടെ പേരുന്നാണ് ബജ്ജി ഭായ്. പുത്തമ്പള്ളിയിലെ ബജ്ജി ഭായിയുടെ ചായക്കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സലീം കോടത്തൂരിന്റെ അയൽവാസിയാണ്. പക്ഷെ ഇവിടെ മൂപ്പർക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്, അപാര സൽക്കാരാണ്. ചുടുചുടാ ബജ്ജികൾ, പഴംപൊരികൾ എന്തൊക്കെയാ വന്നതെന്ന് അറിയില്ല. എല്ലാരും എന്തൊക്കെയോ തോന്നുന്നു. ഇനി നല്ല അടിപൊളി ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് പിരിയാം. തിരുന്നു കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്ന് പെണ്ണാണ് നീ എന്റെ